നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ സിർസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ധേര സച്ച സൗദ സംഘടനയുടെ മേധാവിയും വിവാദ ആൾദൈവവുമായ ഗുർമീത് റാം റഹീം സിംഗിനെ ആശ്രമ മാനേജറെ കൊലപ്പെടുത്തിയ കേസിൽ വെറുതെ വിട്ടു. കേസിൽ 4 കൂട്ടുപ്രതികളെയും കുറ്റവിമുക്തരാക്കി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടേതാണ് വിധി. 2021 ഹരിയാന പഞ്ച്കുലയിലെ CBI പ്രത്യേക കോടതി ജീവപര്യന്തം കഠിന തടവ് വിധിച്ച കേസാണിത്. ഗുർമീത് റാമിന്റെ അടക്കം അപ്പീലുകളിൽ വാദം കേട്ട ജസ്റ്റിസുമാരായ സുരേശ്വർ താക്കൂർ, ലളിത് ബത്ര എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. സിർസയിലെ ദേര ആശ്രമത്തിന്റെ മാനേജർ രഞ്ജിത് സിംഗ് 2002 ജൂലൈ 10-നാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സിർസയിലെ ദേര സച്ച ആസ്ഥാനത്തെ വനിതാ അന്തേവാസികളെ ഗുർമീത് റാം റഹീം ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് അജ്ഞാത കത്ത് പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നിൽ രഞ്ജിത് സിംഗ് ആണെന്ന സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് വകവരുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഗുർമീത് റാം റഹീം, കുശൽ ലാൽ, ജഗ്ബീർ സിംഗ്, അവതാർ സിംഗ്, സബീത് സിംഗ് എന്നിവർ ഗൂഢാലോചന നടത്തി കൃത്യം നടപ്പാക്കിയെന്നും CBI കണ്ടെത്തി. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നായിരുന്നു പഞ്ച്കുലയിലെ CBI പ്രത്യേക കോടതിയുടെ നിലപാട്. ആശ്രമത്തിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ പുറത്തുവന്ന കത്ത് റിപ്പോർട്ട് ചെയ്ത സിർസയിലെ മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയും കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസിൽ ഗുർമീത് റാം റഹീമിനെ 2019 ജീവപര്യന്തം കഠിന തടവിനാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. ആശ്രമത്തിലെ 2 വനിതാ അന്തേവാസികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 20 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. അതിനാൽ രഞ്ജിത് സിംഗ് കൊലക്കേസിൽ ഹൈക്കോടതി വെറുതെ വിട്ടെങ്കിലും ഉടൻ പുറത്തിറങ്ങാനാവില്ല. ഒട്ടേറെ തവണ ഹരിയാന സർക്കാർ ഗുർമീത് റാം റഹീമിന് പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെ പറ്റി മലയാളികൾ ആദ്യമായി അറിയുന്നത് 2015-ലായിരുന്നു. സ്വയം സ്റ്റാറാകാൻ വേണ്ടി ഗുർമീത് തന്നെ പണം മുടക്കി നായകനായി അഭിനയിച്ച MSG ദ മെസഞ്ചർ എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴത് അപ്പോഴായിരുന്നു. 1948-ലാണ് ധേര സച്ച സൗദയ്ക്ക് തുടക്കമാകുന്നത്. പഞ്ചാബിലെ ഷഹർപൂർ ബേഗുവിലെ ബേഗു റോഡിലാണ് ആസ്ഥാനം. ഖേമാമൽ എന്നാണ് യഥാർത്ഥ പേരുള്ള ഷാ മസ്താനിയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ലൗകിക കാര്യങ്ങളിൽ തൽപരനല്ലാത്ത തികഞ്ഞ മതവിശ്വാസിയായിരുന്നു ഇദ്ദേഹം. 14-ാം വയസ്സിൽ ഒരു സത്യാന്വേഷിയായി ഒരു ആത്മീയ ഗുരുവിനെ തിരഞ്ഞ് വീട് വിട്ടിറങ്ങി. പഞ്ചാബിലെ ബീസിൽ ബാബ സാവൻ സിംഗ് എന്ന ഗുരുവിനെ ഗുർമീത് ആചാര്യനായി സ്വീകരിച്ചു. വൈകാതെ വലിയൊരു ശിക്ഷകണം ഗുർമീതിന് സ്വന്തമായി. അതോടെ സമ്പത്തും കുന്നുകൂടി തുടങ്ങി. തൊട്ടു പിന്നാലെ ആസ്ഥാനത്ത് വലിയൊരു കൊട്ടാരം തന്നെ സ്ഥാപിച്ചു. 600 മുറികളും യോഗം ചേരാനുള്ള ഒരു ഹാളും വിശേഷാവസരങ്ങളിലെ മതപരമായ ഒത്തുചേരലുകൾക്കുള്ള വിശാലമായ ഒരു മുറ്റവും ചേർന്നതാണ് ഈ സ്ഥാപനം. പിന്നെ 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള യാത്ര, Z കാറ്റഗറി സുരക്ഷ, ലക്ഷക്കണക്കിന് അനുയായികൾ. ആഡംബരപൂർവ്വമായിരുന്നു ധേര സച്ച സൗദ തലവൻ ഗുർമീത് റാം റഹീമിന്റെ ജീവിതം. ആത്മീയ ഗുരു, ഗായകൻ, സംരംഭകൻ, 3 മക്കളുള്ള കുടുംബസ്ഥൻ, ഇങ്ങനെയൊക്കെയായിരുന്നു ജയിലെ അഴിക്കുള്ളിലാകുന്നതുവരെ ഈ റോക്ക് സ്റ്റാർ സ്വാമിയുടെ ജീവിതം. പാട്ടും നൃത്തവും ഒക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഹൈലൈറ്റ്. അങ്ങനെ റോക്ക് സ്റ്റാർ ബാബ എന്ന് വിളിപ്പേരും കിട്ടി. ഒരുപാട് ആൽബങ്ങളും പുറത്തിറക്കി. റേഞ്ച് റോവറിന്റെ SUV ആണ് പ്രിയപ്പെട്ട വാഹനം. ഇത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഏറെ പ്രിയപ്പെട്ട കാര്യമാണ്. കറുത്ത എൻഡവർ കാറുകൾ 16 സ്വന്തമായുണ്ട്. കൂടാതെ ലക്ഷങ്ങൾ വില വരുന്ന സൂപ്പർ ബൈക്കുകളും ബുള്ളറ്റുകളും. ഏത് യാത്രയിലും സ്ത്രീ സാന്നിധ്യം നിർബന്ധമാണ് ഇദ്ദേഹത്തിന്. തന്റെ അനുയായികളായ ഭക്തകളെ തന്നെയാണ് ഇതിനായി കൂടെ കൂട്ടുക. കേരളത്തിൽ പലതവണ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. രാഷ്ട്രീയ നേതാക്കളെ വെല്ലുന്ന സുരക്ഷയാണ് ഗുർമീത് റാം റഹീം സിംഗിനുണ്ടായിരുന്നത്. അനുയായിയായ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടും അനുയായികൾ ഗുർമീതിനെ അവിശ്വസിച്ചില്ല. വിധിയെത്തിയപ്പോൾ അനുയായികൾ ആക്രമണം അഴിച്ചുവിട്ടു. കലാപത്തിൽ 32 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിനധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരവധി വിവാദങ്ങളുടെ ഭാഗമായിരുന്നു ഗുർമീത് റാം റഹീം. 2002 മുതൽ ബലാത്സംഗം, കൊലപാതകം, പ്രാകൃതവും അശാസ്ത്രീയമായ വന്ധ്യീകരണം തുടങ്ങി നിരവധി പരാതികൾ ഗുർമീതിനെതിരായി ഉയർന്നു വന്നിരുന്നു. 2002-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് ഒരു അജ്ഞാത കത്ത് ലഭിച്ചു. ഗുർമീത് 2 സന്യാസിമാരെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു കത്തിൽ ആരോപിച്ചിരുന്നത്. അന്ന് ഇയാൾക്കെതിരെ ലൈംഗിക ചൂഷണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സംഭവത്തെക്കുറിച്ച് പുറത്തു പറയരുതെന്ന് റാം റഹീം ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2002-ൽ ഒരു പത്രപ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും 2015-ൽ ഒരു കൂട്ടം സന്യാസിമാരെ പ്രാകൃതവും അശാസ്ത്രീയമായ വന്ധ്യീകരണത്തിന് വിധേയമാക്കിയതിലും റാം റഹീം സിംഗിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.